ഒറ്റപ്പാലത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് രാഷ്ട്രീയ സാഹചര്യം വ്യക്തമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ഇടത് സർക്കാരിന് ഒരു ഭരണ തുടർച്ച ലഭിച്ചത് എന്നത് നമുക്കറിയാം. അങ്ങനെ ഒറ്റപ്പാലം പോലൊരു മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും വലിയ ആധിപത്യം തന്നെയാണ് ഇടതുമുന്നണിക്ക് നടത്താൻ സാധിച്ചത് എന്നതാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ പ്രേംകുമാർ മത്സരിച്ച് വിജയിച്ചത് 74,000-ലധികം വോട്ടുകൾക്ക് ആയിരുന്നു എന്നതാണ്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന CPI നേതാവ് പ്രേംകുമാറിന് 74,859 വോട്ടുകൾ ആണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. ഇപ്പോൾ CPIന്റെ ഭാഗം ആയിട്ടുള്ള ഡോക്ടർ പി സരീൻ നേരത്തെ കോൺഗ്രസിന്റെ നേതാവായിരുന്നു എന്ന് നമുക്കറിയാം. കോൺഗ്രസിന്റെ സൈബർ വിങ്ങിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. അതിനുശേഷമായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. ആ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആണ് പി സരീൻ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് പിന്നീട് ഇടതുപക്ഷത്തേക്ക് പോവുകയും അങ്ങനെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മാറുകയും ഒക്കെ ചെയ്തത്. ഇപ്പോൾ ഇടതുമുന്നണിയുടെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ CPIന്റെ വളരെ പ്രധാനപ്പെട്ട നേതൃത്വത്തിലേക്ക് സരിൻ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട് എങ്കിൽ പോലും UDFിന് സ്ഥാനാർത്ഥിയായിരുന്ന സരിന് 59,000-ൽ അധികം വോട്ടുകൾ ലഭിച്ചു. അതേസമയം NDA സ്ഥാനാർത്ഥി BJPയുടെ വേണുഗോപാൽ ആയിരുന്നു. 25,000 വോട്ടുകൾ ആണ് ലഭിച്ചത്. ഇനി പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് അവിടെ LDFിന്റെ ലീഡ് എത്ര എന്നതാണ്. 15,000-ൽ അധികം ലീഡ് ആണ് കഴിഞ്ഞ തവണ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഒറ്റപ്പാലത്ത് ലഭിച്ചത് എന്നുള്ളതാണ്. ഇനി നമ്മൾ പോകുന്നത് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ചിത്രത്തിലേക്കാണ്. ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പ് അതായതുകൊണ്ടാണ് ആ ഒരു ചിത്രം പ്രേക്ഷകരുമായി താരതമ്യം ചെയ്യുന്നത്. അവിടെയും എടുത്തു പറയേണ്ടത് LDFിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പാലത്ത് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നതാണ്. വോട്ട് വിഹിതത്തിൽ പ്രത്യേകിച്ച് LDFിന് തന്നെയാണ് വോട്ട് വിഹിതത്തിൽ മേൽക്കൈ. അതായത് ഒറ്റപ്പാലം എന്ന നിയമസഭാ മണ്ഡലത്തിന് കീഴിൽ വന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന വോട്ടെടുപ്പിലെ ചിത്രം ആണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അവിടെ LDFിന് 71,651 വോട്ടുകൾ നേടാൻ സാധിച്ചിട്ടുണ്ട്. UDFിനെ സംബന്ധിച്ചിടത്തോളം 56,272 വോട്ടുകൾ ആണ് ലഭിച്ചത്. NDA നില വലിയ തോതിൽ മെച്ചപ്പെടുത്തി എന്നത് ഈ കണക്കിൽ വ്യക്തമാകുന്നുണ്ട്. കാരണം NDA 25,000 വോട്ടുകൾ എന്നത് 37,000-ലേക്ക് മാറ്റുന്ന സാഹചര്യമുണ്ട്. അപ്പോഴും ലീഡ് LDFിനാണ് എന്നത് മാത്രവുമല്ല, LDFിൻ്റെ ലീഡ് വളരെ വ്യക്തമായ ലീഡ് എന്ന് തന്നെ പറയാം. ഏതാണ്ട് 15,379 എന്നതാണ് LDFിൻ്റെ ലീഡ് എന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രിയ പ്രേക്ഷകരെ, അവിടെ PK ശശി ഇപ്പോൾ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഈ ഡേറ്റയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് LDFിനെ സംബന്ധിച്ചിടത്തോളം 15,000-ൽ അധികം ലീഡ് നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ LDF വോട്ടുകളിൽ ചില വോട്ടുകൾ അതാണല്ലോ CPIMൽ നിന്ന് തന്നെ വിഭജിച്ചു പോയ CPIM പ്രവർത്തകരായിട്ടുള്ള വിമതരുടെ കൂട്ടായ്മയാണ് രൂപപ്പെടുന്നത് എങ്കിൽ ആ കൂട്ടായ്മയുടെ വോട്ട് കുറയാൻ പോകുന്നത് ഈ പിക്ചറിൽ കാണുന്ന LDFിൻ്റെ 71,651-ൽ നിന്നാണ് വോട്ടുകൾ കുറയാൻ പോകുന്നത്. LDFിൻ്റെ ലീഡ് 15,379-ൽ എത്തി നിൽക്കുമ്പോൾ അവിടെ ഈ വിമതരുടെ വോട്ട് കൂടി ലഭിച്ചതുകൊണ്ടാണ് അങ്ങനെ ഒരു ലീഡിലേക്ക് എത്താൻ പറ്റുന്നത്. ആ ലീഡ് കുറയുകയും ആ വോട്ടുകൾ UDFിൻ്റെ 56,272-ലേക്ക് ആഡ് ചെയ്യപ്പെടുകയും ചെയ്യും, പ്ലസ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോഴാണ് ഒറ്റപ്പാലത്തെ രാഷ്ട്രീയ സാഹചര്യം ഒരു പക്ഷേ മാറിമറിയാം. തെരഞ്ഞെടുപ്പാണ്, ആളുകൾ ആർക്ക് വോട്ട് ചെയ്യും എന്നതൊന്നും നമുക്ക് നേരത്തെ പ്രവചിക്കാൻ സാധിക്കില്ല. എങ്കിൽ പോലും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളുടെ ചിത്രം പരിശോധിക്കുമ്പോൾ അവിടെ LDFിന് കൃത്യമായ ഒരു വിജയ സാധ്യത ഉള്ള ഇടമാണ്. അവിടെ പക്ഷേ LDFിലെ പ്രത്യേകിച്ച് CPIMലെ ഒരു വിഭാഗം വേറിട്ട് നിൽക്കുമ്പോൾ ആ വോട്ടുകൾ നിർണായകമാകും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അവിടെയാണ് LDFകാരൻ ആയിരുന്ന PK ശശി സ്ഥാനാർത്ഥിയായി വരികയും UDF അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഒറ്റപ്പാലത്ത് വലിയ മാറ്റങ്ങൾക്ക് സാധ്യത മുന്നിൽ കാണുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.